വളരെ സങ്കടകരമായ ഒരു വാർത്ത, ഒരു ദുഃഖകരമായ വാർത്ത ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത് ശ്രീമതി സാക്ഷി മാലിക് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഗുസ്തി താരം. അവർ ഇനി ഗോദയിലേക്കില്ല, അവർ റിട്ടയർ ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചതാണ്. റിട്ടയർ ചെയ്യാനുള്ള പ്രായമൊന്നും ആയില്ല അവർക്ക്. വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു ഗുസ്തി താരമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കണ്ടു, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒളിമ്പിക്സിലും നമ്മൾ കണ്ടതാണ്, ഈ ഇന്ത്യൻ ഗുസ്തി താരങ്ങളെന്ന് പറയുന്നവർ നിറം മങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ മാനസികമായി ഇവരെല്ലാം തകർന്നു പോയെന്നുള്ളതാണ് സത്യം. മാനസികമായിട്ട് അവർ തകർന്നു. അതിൻ്റെ കാരണം ഒരു സ്ത്രീലമ്പടനായ ഒരു മനുഷ്യൻ, അയാൾ BJP കാരനായിപ്പോയി, ഒരു MP ആണ് BJPയുടെ. അയാൾ ഇവരെ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള അലിഗേഷനാണ്. ആ സഹോദരിമാർ അവരുടെ മാനത്തിന് ഇയാൾ വില പറയുന്നത്, അതിനെതിരെയാണ് അവരുടെ മാനം കാക്കാൻ വേണ്ടി ആണ് ഡൽഹിയിൽ തെരുവിൽ ഒരു സമരം ചെയ്തതാണ്. എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ. ആ സമരം ചെയ്തപ്പോൾ അവരിൽ പലരെയൊക്കെ റോഡിൽ കൂടെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവർ വേറെ ഒന്നിനുമല്ല അവർ ചെയ്തത്. അവർക്ക് പണം കിട്ടാനോ അല്ലെങ്കിൽ അവർക്ക് സമ്മാനം കിട്ടാനോ ഒന്നുമല്ല, അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ BJP സർക്കാരിൻ്റെ മുമ്പിൽ അവർ കേണപേക്ഷിച്ചുകൊണ്ട് അവിടെ തെരുവിൽ സമരം ചെയ്തത്. ആ സഹോദരിമാരെ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്തതല്ലാതെ അവരുന്നയിച്ച ഒരു ആവശ്യങ്ങളും പാലിച്ചില്ല. ഇപ്പം എന്താണ് സംഭവിച്ചേക്കുന്നത്? അയാൾ അവിടെ നിന്നുകൊണ്ട് അയാളുടെ ഒരു പിണിയാളായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ തലപ്പത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ്. ഈ സംഘടനയുടെ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പുറത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മാന്യം തന്നെ, വീണ്ടും പെണ്ണുപിടിയൻ തന്നെ യഥാർത്ഥത്തിൽ ഭരിക്കും ഈ ഗുസ്തി ആളെ. അപ്പോൾ സാക്ഷി മാലിക് പറഞ്ഞത് വളരെ പ്രതിഷേധമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധ സ്വരം എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ് നോക്കിക്കാണണം, ശ്രീ നരേന്ദ്രമോദി ഇത് നോക്കിക്കാണണം, ശ്രീ അമിത്ഷാ ഇത് കാണണം. കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു കാലത്ത് അവർക്ക് ഇത് തിരിച്ചടിയായിട്ട് മാറും. കാരണം അത്രത്തോളം ഈ സഹോദരിമാരെ അതുപോലെ ഉപദ്രവിച്ചു എന്നുള്ളത്, ആ ആരോപണങ്ങൾ മുൻനിർത്തി ആണ് അവർ സമരം ചെയ്തത്. ആ സമരത്തിന് ശേഷം അയാളെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക അവിടെ എന്ന് പറഞ്ഞാൽ, അയാളുടെ ഒരാളിനെ, ഒരു നോക്കുകുത്തിയായിട്ട് ഒരാളിനെ കൊണ്ടുവച്ചിട്ട് അയാളുടെ പുറയിലിരുന്ന് ഭരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പത്രത്തിൽ കണ്ടു, ഇയാൾ ധാരാളം മാലകൾ അയാൾക്ക് ഇട്ടേക്കുന്നു കേട്ടോ. ആ മാലകളൊക്കെ ഉണ്ടല്ലോ, അയാൾ ഇട്ടേക്കുന്ന മാല, മറ്റേയാൾ മാലയൊന്നും ഇട്ടിട്ടില്ല, പുതിയ ആള്. കാരണം ഇയാളാണ് ഇമ്പോർട്ടൻ്റ്, ഇയാൾ ജയിച്ചു എന്നുള്ളതാണ്. വിരലും പൊക്കി നിൽക്കുകയാണ്. എന്താണ്? ഇനിയും പീഡിപ്പിക്കാം എനിക്ക്. ഈ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം, ഞാൻ ആ പാർട്ടിയിലുള്ളിടത്തോളം കാലം, ഞാൻ MP ആയിരിക്കുന്നിടത്തോളം കാലം, ഞാൻ ഈ സംഘടനയുടെ തലപ്പത്ത് എൻ്റെ ഒരു നോക്കുകുത്തിയെ പ്രതിഷ്ഠിച്ചിട്ട് ഞാൻ അതിൻ്റെ പുറയിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ ഗുസ്തി താരങ്ങളെന്ന് പറയുന്നത് എൻ്റെ വകയാണ്, പെണ്ണുങ്ങളെ എനിക്ക് ഉപദ്രവിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അഹങ്കാരം. അയാൾ ആ കരുതിയിട്ടേക്കുന്ന മാലകളുണ്ടല്ലോ, അതൊന്നും ഈ സാക്ഷി മാലിക് അണിഞ്ഞ മെഡലിൻ്റെ അടുത്തൊന്നും ഒരിക്കലും വരുന്നില്ല എന്നുള്ളത് ഈ സർക്കാരും തിരിച്ചറിയണം. ഇതുപോലുള്ള ആളുകളെ, അതായത് അവർ ജെന്യുവിനായിട്ടുള്ളൊരു റീസണിന് വേണ്ടി സമരം ചെയ്തവരാണ്. ഞാൻ പറഞ്ഞ പോലെ അവർ പണത്തിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയോ അല്ല അവർ സമരം ചെയ്തത്. അവർക്ക് അർജുന അവാർഡ് കിട്ടണമെന്നോ ദ്രോണാചാര്യ അവാർഡ് കിട്ടണമെന്നോ അതിനൊന്നും അല്ല അവർ സമരം ചെയ്തത്. അവർക്ക് ഭാരത രത്നം കിട്ടാൻ വേണ്ടിയല്ല അവർ സമരം ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് അവർ സമരം ചെയ്തത് ഒരു ജെന്യുവിൻ കോസിന് വേണ്ടിയാണ്. അവരുടെ മാനം രക്ഷിക്കണം, അവരുടെ മാനത്തിന് വില പറയുന്ന ഒരു വിടൻ, അയാളെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളതിന് ഉള്ളവർ ജെന്യുവിനായിട്ടുള്ളൊരാവശ്യം ഉയർത്തി മാത്രമാണ് അവർ സമരം ചെയ്തത്. അപ്പോൾ ഇത് വന്നപ്പോൾ അവർക്ക് പിടിയെല്ലാം നഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നുമില്ല അവർക്ക് വേറെ മാർഗ്ഗമില്ല. ആരെടുത്താണ് അവർ പറയുന്നത് ഇത്? അവരെ പരാതി, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആളുകൾ പരാതി പറയാൻ പോകും. പോലീസുകാർ പിടിപ്പിക്കാൻ പോയാലോ? പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലാണ് ഇത്. ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അവർ പരാതി പറഞ്ഞു, നടന്നില്ല. എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, സുപ്രീം കോടതി, നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് അടിയന്തരമായി ഇടപെടേണ്ടതാണ്. ഇത് നോട്ടീസ് ചെയ്തിട്ട് ഇതിനു വേണ്ടി, അതായത് ഇങ്ങനെ ഒരുത്തനെ വീണ്ടും
ഇത്ര വലിയൊരു പീഡനവീരൻ ഒരു നോക്കുകുത്തിയെ കൊണ്ടുവച്ചിട്ട് ഭരിക്കാൻ ഇടയാകുന്ന അതുമൂലം നമ്മുടെ അതായത് കായിക രംഗത്തുണ്ടാകുന്ന ഏറ്റവും വലിയ അശാന്തി, അതിന് തടയിടാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ചോദിക്കാൻ ആരുമില്ല ഇവിടെ. കാരണം അയാൾ അത്രയും പവർഫുള്ളാണ്. ആ പവർഫുള്ളായിട്ടുള്ള ഒരുത്തൻ അയാളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പോലുള്ള നാണക്കേട്, ബേട്ടി ബച്ചാവോ എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘോഷിക്കുമല്ലോ എപ്പോഴും. അതാണോ ഈ കാണുന്നത്? ഇതേപോലുള്ള ഒരു പീഡനവീരനെ, അതായത് പീഡിപ്പിച്ചു എന്ന് എല്ലാ സ്ത്രീകളും പുറത്തു പറയുന്ന, ആക്ഷേപം ഉന്നയിക്കുന്ന ഒരാളെ അയാളെ വീണ്ടും അവിടെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നതാണോ ഈ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറയുന്നത്? പെമ്മക്കളെ രക്ഷിക്കാനല്ലേ അതാണോ ഈ നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെയൊക്കെ കൊച്ചുമക്കളാവാൻ പ്രായമല്ല ഉള്ളൂ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഇവർക്ക്. അപ്പോൾ അവരെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കണ്ടേ? ഇതാണോ BJPയുടെ നയം എന്ന് അവർ തീരുമാനിക്കണം, നോക്കണം. ഇതുപോലുള്ള അതായത് ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളായാലും ഇതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവന്മാരെ ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് എടുക്കണം. സാക്ഷി മാലിക് യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് അവരുടെ റിട്ടയർമെൻറ്റിൻ്റെ ആ പ്രഖ്യാപനം വിഡ്രോ ചെയ്യിപ്പിക്കാൻ, പിൻവലിപ്പിക്കാൻ ഇവർ സമ്മർദ്ദം ചെലുത്തണം. അതവരെ ഭീഷണിപ്പെടുത്തിയായിരിക്കരുത്. ഈ പീഡനവീരനെ ഇതിൻ്റെ പുറകിൽ നിന്ന് മാറ്റിക്കൊണ്ടായിരിക്കണം. ഈ നോക്കൂത്തിയായിട്ട് വെച്ചേക്കുന്ന ആളിനെ അവിടുന്ന് അതിൻ്റെ തലപ്പത്തുനിന്ന് മാറ്റിക്കൊണ്ടായിരിക്കണം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സംഘടന സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.